വെൽക്കം ടു എജൂമി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ തേർഡ് യൂണിറ്റ് ആണ്. തേർഡ് യൂണിറ്റിൽ നമുക്കറിയാം 3 ആളുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 ഹിസ്റ്റോറിയൻസിനെ, ഓറൽ ഹിസ്റ്റോറിയൻസിനെ കുറിച്ചാണ്. അതിൽ മെയിൻ ആയിട്ടുള്ളത് പോൾ തോംസണും അതുപോലെ തന്നെ ജാൻ വാൻസിനെയും, പിന്നെ മൂന്നാമത്തത് എന്ന് പറയുന്നത് അലക്സാൻഡ്രോ പോർട്ടേലിയുമാണ്. ഇതിൽ ആദ്യത്തെ ആളെ കുറിച്ച് പോൾ തോംസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പോൾ തോംസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അത് ഇനി 2 ആൾക്കാരെ കുറിച്ച് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതായിട്ടുള്ളൂ. ജാൻ വാൻസിനെയും അലക്സാൻഡ്രോ പോർട്ടേലിയുമാണ്. ഫസ്റ്റ് നമുക്ക് ജാൻ വാൻസിനെ നോക്കാം. ജാൻ വാൻസിന വാസ് എൻ ആഫ്രിക്കനിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിയൻ who combined linguistic history and ethnography in his studies. അദ്ദേഹം എന്താണ്, ഒരു ഹിസ്റ്റോറിയൻ ആണ്, ആന്ത്രോപോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ലിംഗ്വിസ്റ്റിക് ഹിസ്റ്ററിയും എത്നോഗ്രഫിയും എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡീസാണ് അദ്ദേഹം ഓറൽ ഹിസ്റ്ററിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ആഫ്രിക്കക്കാരനാണ്. എവിടെയാണ് ജാൻ വാൻസിന എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കനിസ്റ്റ് ആണ്. ആഫ്രിക്കയിൽ ജനിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ്. മേജർ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ് അദ്ദേഹം, ആൻഡ് ഒരു ഹിസ്റ്റോറിയൻ കൂടിയാണ്. അദ്ദേഹം ലിംഗ്വിസ്റ്റിക് ആൻഡ് ഹിസ്റ്ററി, എത്നോഗ്രഫി 3 ഇന്റർ ഡിസിപ്ലിനറി, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, മേജർ ഫീൽഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റർ ഡിസിപ്ലിനറി ആണ്. ഇതിൽ നമുക്ക് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഏതൊക്കെ ഫീൽഡുമായിട്ടാണ് ഓരോ ഹിസ്റ്റോറിയനും ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത്. നമ്മൾ പോൾ തോംസന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ജാൻ വാൻസിൻ്റെതാണ് ലിംഗ്വിസ്റ്റിക് ഹിസ്റ്ററിയും, അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്കും ഹിസ്റ്ററിയും എത്നോഗ്രഫിയും അദ്ദേഹം, അതേപോലെ ആന്ത്രോപോളജിയും, ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആയിരുന്നു ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, ജാൻ വാൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇവിടെ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, ഏതിൻ്റെ, ഓറൽ ഹിസ്റ്ററിന്റെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് മേ ബി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോക്കി വെക്കണം. കീ കോൺട്രിബ്യൂഷൻസ്, ഇനി നമുക്ക് ജാൻ വാൻസിനെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ മേജർ വർക്കാണ് ഓറൽ ആസ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മുടെ പോൾ തോംസന്റെ വർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് വർക്കാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് പോൾ തോംസന്റെ വർക്ക് എന്ന് പറയുന്നത്, ഏതാണ്, വോയിസ് ഓഫ് ദി പാസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ പോൾ തോംസന്റെ വർക്ക് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ ഓറൽ ആസ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് എഴുതിയിട്ടുള്ളത് നമ്മുടെ ജാൻ വാൻസിനെയാണ്. അദ്ദേഹം ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ്, ആഫ്രിക്കയിലാണ് ജനിച്ചു വളർന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈസ് കൺസിഡേർഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ഹിസ്റ്റോറിക്കൽ സ്കോളർഷിപ്പ് ആൻഡ് ഹെൽപ്പ് ഹിസ്റ്റോറിയൻ റീകൺസ്ട്രക്ട് ഹിസ്റ്ററി, എസ്പെഷ്യലി ആഫ്രിക്കൻ നെറേറ്റീവ്സ്. അതൊരു ആഫ്രിക്കൻ വ്യൂവിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള പീപ്പിൾസിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള ആളാണ് ആര് എന്ന് പറയുന്നത്, ജാൻ വാൻസിന എന്ന് പറയുന്നത്. അതുവരെ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു ഹിസ്റ്ററിന്റെ അക്കാദമിക് ബൗണ്ടറിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഹിസ്റ്ററിനെ ഒരു ഓറൽ ഹിസ്റ്ററി തലത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ജാൻ വാൻസിനെയാണ്. അവിടുത്തെ കമ്മ്യൂണിറ്റീസിലെ ഓരോ ഇൻഡിവിജ്വലിന്റെ എക്സ്പീരിയൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതുപോലെ ഒരു കമ്മ്യൂണിറ്റി നരേറ്റീവ് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ജാൻ വാൻസിന എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഓറൽ ട്രഡീഷൻ എന്നുള്ളതാണ്. ഹി ഡിഫൈൻ ഇറ്റ് ആസ് ബോത്ത് എ പ്രോസസ് ആൻഡ് എ പ്രൊഡക്റ്റ്. അദ്ദേഹം പറയുന്നത് ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സുമാണ്, അതേസമയം അതൊരു പ്രൊഡക്റ്റുമാണ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള, ഒരു പ്രോസസ്സും പ്രൊഡക്റ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഓറൽ ട്രഡീഷൻ എന്നുള്ളതാണ്. ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത് ഓറൽ ഹിസ്റ്ററി തന്നെയാണ്. വാമൊഴി ചരിത്രങ്ങൾ, അതല്ല എന്നുണ്ടെങ്കിൽ വാമൊഴിയായിട്ട് നമ്മൾ കൈമാറി വന്നിട്ടുള്ള ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ ഓറൽ ട്രഡീഷൻസ് എന്ന് പറയുന്നത്. ഒരു 1 ജനറേഷൻ ടു അനദർ ജനറേഷൻ നമ്മൾ നമ്മുടെ ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇത് രണ്ടും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത് പ്രോസസ്സും അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റുമായിട്ടുള്ളത്. പ്രോസസ്സ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്പീക്കിംഗ് മെസ്സേജസ് അൻറ്റിൽ മെമ്മറീസ് ഫെയ്ഡ്. നമ്മുടെ മെമ്മറീസ് ഫെയ്ഡ് ചെയ്യുന്നത് വരെ നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓറൽ മെസ്സേജസ് ദംസെൽഫ്, ഓറൽ മെസ്സേജസ്
എന്ത് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക പറയാ, അതാണ് എന്ത് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൻ്റെയും രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മുടെ ജാൻ വാൻസീന ഓറൽ ട്രഡീഷനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അതിനൊരു ഡെഫിനീഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഓറൽ ഹിസ്റ്ററിക്ക് ഒരിക്കലും നമുക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ പറയാൻ സാധിക്കില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കതിനെ ജസ്റ്റ് ഒന്ന് നറേറ്റ് ചെയ്ത് എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഓറൽ ഹിസ്റ്ററി ഡീൽ ചെയ്യുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസിനെയും അവർ വന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുടെയും കൂടാതെ സ്ട്രഗിൾസിനെയും അത് അവർ സർവൈവ് ചെയ്തതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഓറൽ ഹിസ്റ്ററി പറയുന്നത്. ഇനി while people communicate constantly, only certain messages are repeated and become valuable to historians. നമ്മൾ ഒരു സ്ഥലത്ത് ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓറൽ ഹിസ്റ്ററി എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്തോട്ട് പോകുന്നു. അവിടുന്ന് ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ചരിത്രം എഴുതുന്നതെന്ന് ഒന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവിടുന്ന് ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്? ത്രൂ ഇന്റർവ്യൂസ് ആണ്. ഇന്റർവ്യൂസ് ആണ് നമ്മുടെ മെയിൻ മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. എന്തിൽ? ഓറൽ ഹിസ്റ്ററിയിലും. അത് തന്നെയാണ് നമ്മുടെ ഒരു ഓറൽ ഹിസ്റ്ററി മെത്തേഡും എന്ന് പറയുന്നത്. മെയിൻ മെത്തഡോളജി എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്, ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത്, ഇന്റർവ്യൂ ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് തരുന്ന, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ നമുക്ക് തരുന്ന ഇൻഫോർമേഷൻസ് എപ്പോഴും എന്താവണം എന്നില്ല, ഒരേ സമയം ഒരുപോലെ നിലനിൽക്കണം എന്നില്ല. അതിൽ വേരിയേഷൻസ് വരാം. ഇനിയിപ്പോൾ വേറൊരാൾ അതേ ഒരു ഇവന്റിനെ കുറിച്ച് നമ്മൾ രണ്ട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ രണ്ട് പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടാം. കാരണം ഒരാളുടെ വ്യൂവും മറ്റൊരാളുടെ വ്യൂവും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിലുള്ള ഒരു മാറ്റം, വേരിയേഷൻസ് ഉണ്ടായിരിക്കും. കൂടാതെ തന്നെ ആ മെസ്സേജ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരണം എന്നില്ല, അത് മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അത് ഹിസ്റ്റോറിയൻസിന് വാല്യുബിൾ ആണ്. അതിനനുസരിച്ചായിരിക്കണം നമ്മളുടെ ഡാറ്റ കളക്ഷൻ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതാണ് അവിടെ റെലവൻസ് എന്ന് പറയുന്നത്. ആരുടെ അഭിപ്രായത്തിൽ? ജാൻ വാൻസീനയുടെ അഭിപ്രായത്തിൽ. കൂടാതെ അദ്ദേഹം പറയുന്നത് ഒരുപാട് റൂമേഴ്സും മൈൻഡ് സെറ്റൊക്കെ നമ്മുടെ ഡാറ്റ കളക്ഷനെ ബാധിക്കും. ഒരുപാട് റൂമേഴ്സ് നിലനിന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആ റൂമേഴ്സ് വെച്ചിട്ട് ചിലപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാം, അതിനെ ഡിഫൈൻ ചെയ്ത് പറയാം. പക്ഷെ അത് റൂമേഴ്സുമായി കണക്ട് ചെയ്തതാണ് എന്ന് അദ്ദേഹം ഓപ്പണായിട്ട് തുറന്ന് പറയുന്നില്ല. പക്ഷെ അല്ലാതെ തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒരു ഇന്റർവ്യൂവറിനോട്, നമ്മൾ ഒരു ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ മേ ബി ആ റൂമേഴ്സും അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റും വെച്ച് വേരിയേഷൻ സംഭവിക്കാം. എക്സാജറേഷൻ, ബയാസ്. എക്സാജറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബയാസ്. ഇതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ബയാസ് അവിടെ വരാം. ഇൻ സൊസൈറ്റീസ് വിത്തൗട്ട് മാസ് മീഡിയ റൂമേഴ്സ് ഓഫൺ ബിക്കം പാർട്ട് ഓഫ് ഓറൽ ഹിസ്റ്ററി. മാസ് മീഡിയ ഇല്ലെങ്കിൽ തന്നെ ഓറൽ ഹിസ്റ്ററിന്റെ ഒരു പാർട്ടാണ് ഏത് എന്ന് പറയുന്നത്? റൂമർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന റൂമേഴ്സ് ഉണ്ടായിരിക്കാം. ആ റൂമേഴ്സ് എന്തിനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്? നമ്മൾ ഓറൽ ഹിസ്റ്ററിയിൽ വഴി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷന് അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. അത് ഓറൽ ഹിസ്റ്ററിന്റെ പാർട്ടായിട്ട് നമ്മൾ കണക്കാക്കണം. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ആ ഒരു കിട്ടിയ ഡാറ്റയിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കേണ്ടത്. ദീസ് റിവീൽ മോർ അബൌട്ട് ദി മൈൻഡ് സെറ്റ് ഓഫ് ദി പീപ്പിൾ ദാൻ ആക്ച്വൽ ഇവന്റ്. ഒരു ആക്ച്വൽ ഇവന്റ് അതുപോലെ നമുക്ക് കിട്ടണമെന്നില്ല. ആളുകളുടെ മൈൻഡ് സെറ്റും അവർ കേട്ട് വന്നിട്ടുള്ള റൂമേഴ്സും അതിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് എപ്പോഴും ആക്ച്വൽ ഇവന്റിൻ്റെതായിരിക്കണം, അല്ലെങ്കിൽ അത് ആക്ച്വൽ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണ്? മൈൻഡ് സെറ്റിനനുസരിച്ചും റൂമേഴ്സിനനുസരിച്ചും അത് ചേഞ്ച് ആവും എന്നുള്ളതാണ് ജാൻ വാൻസീന പറയുന്നത്. Eyewitness testimony. Vansina believes direct observation is the foundation of history. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ഓറൽ ഹിസ്റ്ററി അല്ലാതെ തന്നെ ഹിസ്റ്ററിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. ആ ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെയാണ് കൂടുതൽ ഡാറ്റാസ് നമുക്ക്, അതും പ്രിസൈസ് ആയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആര് പറയുന്നത്? ജാൻ വാൻസീന പറയുന്നത്. അതാണ് ഹിസ്റ്ററിന്റെ ഫൗണ്ടേഷൻ എന്നാണ് ജാൻ വാൻസീന പറയുന്നത്. ബട്ട് നോട്ട് ദീസ് അക്കൗണ്ട്സ് ആർ സബ്ജക്റ്റീവ് ബിക്കോസ് ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇമോഷൻസ്. പക്ഷേ ഇത് മേ ബി സബ്ജക്റ്റീവായിട്ടോ ഒബ്ജക്റ്റീവായിട്ടോ ഒക്കെ ചേഞ്ചസ് അതിൽ ഉണ്ടാവാം. കാരണം
ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരാൾ നമുക്ക് തരുന്ന ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് അയാളുടെ മൈൻഡ് സെറ്റ് വെച്ചുള്ള ഇമോഷൻസും അതിൽ മിങ്കിൾ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കിട്ടുക. ഒരിക്കലും ഇമോഷൻസ് കലരാതെയുള്ള ഒരു ഡാറ്റ നമുക്ക് ഇന്റർവ്യൂ വഴി കിട്ടുക അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അയാളുടെ ഒരു വ്യൂ, ഐഡിയോളജി എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ഓറൽ ഹിസ്റ്ററിയിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റാസിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് 4 കാറ്റഗറീസ് ആക്കി തിരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു മൈൻഡ് സെറ്റും റൂമേഴ്സും അതുപോലെ ഐ വിറ്റ്നസ് ടെസ്റ്റിമണിയും ഒക്കെ വെച്ചിട്ട് അദ്ദേഹം ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കിട്ടുന്ന ഡാറ്റാസിനെ 4 കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ കാറ്റഗറി എന്ന്? ഓറൽ ട്രഡീഷനാണ് കേട്ടോ അദ്ദേഹം കാറ്റഗറി ആക്കി തിരിക്കുന്നത്. എന്തിനാണ് തിരിക്കുന്നത്? ഓറൽ ട്രഡീഷനെ ജാൻ മാൻസിന 4 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ മെമ്മറൈസ്ഡ് സ്പീച്ചസ് ആണ് ഒന്ന് എന്ന് പറയുന്നത്. മെമ്മറൈസ്ഡ് സ്പീച്ചസ് ആണ് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആണ്. രണ്ടാമത്തെ കാറ്റഗറി ഏതാണ്? അക്കൗണ്ട്സ് ആണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എപ്പിക്സ് ആൻഡ് ടെയിൽസ് ആണ്. എപ്പിക്സും ടെയിൽസും ആണ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രോവേർബ്സ് ആൻഡ് സേയിങ്സ് ആണ് നാലാമത്തെ കാറ്റഗറി. ഇങ്ങനെ ഓറൽ ട്രഡീഷനെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ആരാണ് തിരിച്ചത്, അല്ലെങ്കിൽ 4 കാറ്റഗറി ആയിട്ട് ഓറൽ ട്രഡീഷനെ ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഈ ഒരു ജാൻ മാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു SC ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് തന്നെ എഴുതണം. ഇത് മെൻഷൻ ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ പോകരുത്. ഈ 4 കാറ്റഗറീസ് ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ? ഓറൽ ട്രഡീഷൻസ് എന്ന് പറയുന്നത് മെമ്മറൈസ്ഡ് സ്പീച്ചസ് ആണ് ഒന്നാമത്തേത് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് ആണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. എപ്പിക്സ് ആൻഡ് ടെയിൽസ്. എപ്പിക്സ് ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന എപ്പിക്സ് ഏതൊക്കെയാണ്? മഹാഭാരതം, രാമായണം, ഇതൊക്കെ എപ്പിക്സ് ആണ്. അതാണ് എപ്പിക്സ് എന്ന് പറയുന്നത്. എപ്പിക്സ് ആൻഡ് ടെയിൽസ്, കഥകള്, അതുപോലെ പ്രോവേർബ്സ് ആൻഡ് സേയിങ്സ്, പഴഞ്ചൊല്ലുകളും കാര്യങ്ങളും, ഇങ്ങനെയുള്ള ഒരു 4 കാറ്റഗറി ആയിട്ടാണ് അദ്ദേഹം തിരിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു റൂൾ അദ്ദേഹം ദ 1 ജനറേഷൻ റൂൾ എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ആൻ ഓറൽ സോഴ്സസ് ടു ബി ട്രഡീഷൻ ഇറ്റ് മസ്റ്റ് ബി പാസ്ഡ് ഡൗൺ വെർബലി ഫോർ അറ്റ്ലീസ്റ്റ് 1 ജനറേഷൻ. ഒരു ഓറൽ ട്രഡീഷൻ ആയിട്ട് നമ്മളത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്, നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ ഓറൽ ട്രഡീഷൻ ആയിട്ട് നമ്മൾ അത് പറയണം എന്നുണ്ടെങ്കിൽ അത് ഈവൻ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലോട്ടെങ്കിലും എത്തിയിരിക്കണം, ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഓറൽ ട്രഡീഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ മെസ്സേജ് മാത്രമാണ്. ഒരിക്കലും അതൊരു ഓറൽ ട്രഡീഷൻ ആയിട്ട് മാറുക, ഓറൽ മെസ്സേജ് മാത്രമായിട്ടാണ് മാറുക. ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേട്ടെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന മെസ്സേജസിനെ മാത്രമാണ്, അല്ലെങ്കിൽ ഡാറ്റാസിനെ മാത്രമാണ് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റുക? ഓറൽ ട്രഡീഷൻസ് ആയിട്ട് പറയാൻ പറ്റുക. അല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? കംപ്ലീറ്റ്ലി അതൊരു ഓറൽ മെസ്സേജസ് ആയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ആരാണ് അത് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ജാൻ വാൻസീനിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പെർഫോമൻസും ടെക്സ്റ്റും രണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഹി ആർഗ്യൂസ് ദാറ്റ് ദ പെർഫോമൻസ് ഈസ് ദി റിയൽ എക്സ്പ്രഷൻ ഓഫ് ട്രഡീഷൻ. നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ട് ഓറൽ ട്രഡീഷൻ ഉണ്ടല്ലോ, അതിൻ്റെ റിയൽ എക്സ്പ്രഷൻ ആണ് ഏത് എന്ന് പറയുന്നത്? പെർഫോമൻസ് എന്ന് പറയുന്നത്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളാണ്, ആണല്ലോ, പറയുന്നത് മാത്രം, നടക്കുന്ന കാര്യങ്ങളാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ആ പെർഫോമൻസ് എന്ന് പറയുന്നത് റിയൽ എക്സ്പ്രഷൻ ഓഫ് ട്രഡീഷൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഓറൽ ട്രഡീഷന്റെ റിയൽ എക്സ്പ്രഷൻ ആണ്. പക്ഷേ റിട്ടൺ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് റെക്കോർഡ് ഓഫ് ദാറ്റ് പെർഫോമൻസ്, ആ പെർഫോമൻസിന്റെ നേരത്തെ നടന്നു കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസിന്റെ റിട്ടൺ റെക്കോർഡ് മാത്രമാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എപ്പോഴും പെർഫോമൻസിന് തന്നെയാണ്. പെർഫോമൻസ് ആണ് അവിടെ എന്തെന്ന് പറയുക, റിയൽ ഇവന്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഒരു റിയൽ ഇവന്റ് എന്ന് പറയാൻ പറ്റുന്നത് ഏതന്നെയാണ്? പെർഫോമൻസ് ആണ്. ആ പെർഫോമൻസിന് റെക്കോർഡ് ചെയ്യുന്നത് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് മെസ്സേജസിന്റെ മീനിങ് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ളത്. മീനിങ് ഈസ് മെഷേർഡ് അറ്റ് 2 ലെവൽസ്. 2 ലെവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മീനിങ് മെഷർ ചെയ്യാം. ലിറ്ററൽ ആയിട്ടും നമുക്ക് പറയാം, അതുപോലെ ഇന്റൻഡഡ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെസ്സേജിന്റെ മീനിങ് പറയാൻ പറ്റും. മെസ്സേജസ് ആർ സോഷ്യൽ പ്രൊഡക്റ്റ് ഷേപ്ഡ് ബൈ ദി കമ്മ്യൂണിറ്റി ആൻഡ് ദി കറന്റ് ടൈംസ്. കമ്മ്യൂണിറ്റിയും കറന്റ് ടൈംസും, അതായത് അവിടുത്തെ ആളുകളും അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റിയും ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഏത് എന്ന് പറയുന്നത്? ഓരോ മെസ്സേജും എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ വാല്യൂ എന്താണ്? അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയുടെ ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത്.
Although oral traditions are the distorted and lack from formal calendars, they are essential for studying marginalized group when written records do not exist. എപ്പോഴും ഓറൽ ട്രഡീഷൻസ് എന്ന് പറയുന്നത് ഒരു ഫോമൽ കലണ്ടർ ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഒരു ക്രോണോളജി കറക്റ്റ് നമുക്ക് പറയാൻ പറ്റുമോ ഓറൽ ട്രഡീഷൻസിന്? ഇല്ല. അത് ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്മിറ്റ് ചെയ്തു വന്നതാണ്. അത് ചിലപ്പോൾ പറയുന്ന സമയത്ത് ഇയേഴ്സിലും ക്രോണോളജിയിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടായെന്നിരിക്കാം. പക്ഷേ they are essential for studying marginalized groups. പക്ഷെ നമുക്ക് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ കുറിച്ച് പഠിക്കാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആ റിട്ടൺ റെക്കോർഡ്സ് എക്സിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഓറൽ ട്രാൻസ്മിഷൻ വഴി അല്ലെങ്കിൽ ഓറൽ ട്രഡീഷൻ വഴി നമുക്ക് മാർജിനലൈസ്ഡ് ഗ്രൂപ്പിനെ പറ്റി പഠിക്കാൻ പറ്റും. റിട്ടൺ റെക്കോർഡ്സ് വേണം നിർബന്ധമില്ല. അവിടെയാണ് ഓറൽ ഹിസ്റ്ററിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. സാധാ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് വേണം? കൂടുതലും റിട്ടൺ റെക്കോർഡ്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ കറക്റ്റായിട്ട് പറയാൻ പറ്റുക. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ക്രോണോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രോണോളജി എന്തിലുണ്ടാവില്ല? നമ്മളുടെ ഓറൽ ട്രഡീഷൻസിൽ ഉണ്ടാവില്ല. എന്നാലും അത് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണെന്നാണ് ആര് പറയുന്നത്? ജാൻ മാൻസീന പറയുന്നത്.